ഹായ് ഡിയേഴ്സ്, നമുക്ക് 6 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ സെറ്റ് ആക്കിയാലോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നൊരു ചോദ്യമാണ് ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അഥവാ കൈ-സ്ക്വയർ ടെസ്റ്റ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. സോ ഇത് അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. ഇതെങ്ങനെയാണ് കൈ-സ്ക്വയർ ആണെന്ന് മനസ്സിലായത്? എപ്പോഴും ഒരു ചോദ്യം വരുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ഇതെങ്ങനെയാണ് ബൈനോമിയലാണെന്ന് മനസ്സിലാക്കുക, പോയ്സോൺ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക, കൈ-സ്ക്വയർ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ആദ്യത്തെ ഹിൻഡ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്, ഡാറ്റയാണ്. സോ ഇവിടെ യെസ് ഓർ നോ. അപ്പോൾ അവിടെ എന്താണ്? അഭിപ്രായങ്ങളാണ്. ഇപ്പം നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതല്ല, ഹൈറ്റ് വെയിറ്റ് പോലെ മെഷർ ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഡാറ്റയാണെങ്കിൽ അതെന്തായിരിക്കും? ആട്രിബ്യൂട്ട്സിൻ്റെ കേസാണ്, കൈ-സ്ക്വയർ ആണ് കണ്ടത്. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവർ ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. സാധാരണ എങ്ങനെയാണ് ടെസ്റ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ, ടി ടെസ്റ്റ് ആണെങ്കിൽ, സെഡ് ആണെങ്കിലൊക്കെ ഗ്രേറ്റർ ആണോ, ലെസ് ദാൻ ആണോ, നോട്ട് ഈക്വൽ ആണോ എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ എന്ന് വെച്ചെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെവിടെയായിരിക്കും? കൈ-സ്ക്വയറിൻ്റെ കേസിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് 5 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോതെസിസ് എന്താണ് എന്ന് നമ്മൾ പറയലാണ്. എന്താണ്? ആദ്യം H0 എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് അവർ തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇനി H1 എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്, അതായത് അവർ ഡിപ്പെൻഡൻ്റ് ആണ്. എന്തോ ഒരു റിലേഷൻ എന്താണ്? 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 ആട്രിബ്യൂട്ട്സും തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എന്ത് ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്? കൈ-സ്ക്വയർ ടെസ്റ്റ് ആണ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലോ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ പറയണം. അതേപോലെ തന്നെ നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ പറയണം. ആൽഫ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 0.05 ആണ് തന്നിട്ടുണ്ട്. ഇനി ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ കൈ-സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൈ-സ്ക്വയർ ആൽഫയാണ്. ഇനി ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് കണ്ടുപിടിക്കണം. R-1 ഇൻറ്റു C-1 ആണ്. RC എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ആണ്. നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര റോകളുണ്ട്? 2 കോളംസ് എത്ര ഉണ്ട്? അതും 1 2 2 അപ്പോൾ ഇവിടെ 2-1 ഇൻറ്റു 2-1 ദാറ്റ് ഈസ് ഈക്വൾ 1 ഇൻറ്റു 1 ആണ് നമ്മളെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ആൽഫേൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.05 ആണ്. ഇനി ഈ കൈ-സ്ക്വയറിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നേരെ നമ്മൾ ടേബിൾ എടുക്കുക. ആൽഫേൻ്റെ വാല്യൂ മുകളിലത്തെ കോളത്തിലായിരിക്കും, അതിൻ്റെ ഹെഡിങ്ങിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും ആൽഫേൻ്റെ വാല്യൂസ്. അത് 0.05 ആണെന്ന് തന്നിട്ടുണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നേരെ സൈഡിലുള്ള കോളത്തിലായിരിക്കും, ആദ്യത്തെ കോളത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അത് 1 ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നേരെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ 3.841 ആണെന്ത്? നമ്മളുടെ കൈ-സ്ക്വയർ ആൽഫയുടെ വാല്യൂ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ക്രിട്ടിക്കൽ റീജിയൻ കിട്ടി. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മളെ കാൽക്കുലേഷൻ ആണ്. അതിനായിട്ട് കൈ-സ്ക്വയറിൻ്റെ ഇക്വേഷൻ നമുക്കറിയണം. കൈ-സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ദി ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ്. ഇനി അതിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? RI ഇൻറ്റു CJ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ. അപ്പോൾ ഓരോ റോവിൻ്റെയും ടോട്ടൽ കാണണം. ആദ്യത്തെ റോവിൻ്റെ ടോട്ടൽ R1, രണ്ടാമത്തെ റോവിൻ്റെ ടോട്ടൽ R2, ആദ്യത്തെ കോളത്തിൻ്റെ ടോട്ടൽ C1, രണ്ടാമത്തെ കോളത്തിൻ്റെ ടോട്ടൽ C2. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് ക്യാപിറ്റൽ നമ്മളൊരു ഗ്രാൻഡ് ടോട്ടൽ പോലെ. ഇനി ഇവിടെ ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ റോവും ആദ്യത്തെ കോളം, ഇയാൾ ഏത് പൊസിഷനിലാണ്? ആദ്യത്തെ റോ ആദ്യത്തെ കോളം എന്നുള്ള പൊസിഷനിലാണ്. ഇനി അടുത്തത് ആദ്യത്തെ റോ രണ്ടാമത്തെ കോളം എന്നുള്ള പൊസിഷനിലാണ്. ഇനി മൂന്നാമത്തെ ആളാണെങ്കിലും ഇവിടെ രണ്ടാമത്തെ റോ ആദ്യത്തെ കോളം, ഇവിടെ ആണെങ്കിൽ രണ്ടാമത്തെ റോ രണ്ടാമത്തെ കോളം. അങ്ങനെയാണ് ഇവിടെ E11, E12, അതേപോലെ E21, E22 എന്നൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. E11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 ഇൻറ്റു C1 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ N. E22 അപ്പോൾ എന്ത് വരും? R1 ഇൻറ്റു C2 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ N. ഇങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരെ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൾക്കാരെ നമ്മൾ ഇതേപോലെ ബ്രാക്കറ്റിലാക്കിയിട്ട് ഇവിടെ കൊടുക്കണം. സോ ഇവിടെ ആദ്യത്തേത് ഇവിടെ 58 വന്നു. നെക്സ്റ്റ് ഇവിടെ 29 ആണ്. ഇനി അടുത്തത് E21 എന്ന് പറയുമ്പോൾ 16, E22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 16 വന്നു, ഇവിടെ 8 വന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ ബ്രാക്കറ്റ് നമ്മൾ എല്ലാ വാല്യൂസും കൊടുത്തു. ഇനി ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ആരാണ്? നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വാല്യൂസിനാണ് O എന്ന് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. E എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 56 മൈനസ് 58 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 58 പ്ലസ് അടുത്തത് 31 മൈനസ് 29 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 29 പ്ലസ് അടുത്തത് 18 മൈനസ് 16 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 പ്ലസ് 6 മൈനസ് 8 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. ഇതാണ് എന്ത്? നമ്മളുടെ
കൈ സ്ക്വയറിൻ്റെ ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് 0.957 ആണത് ആൻസർ ആയിട്ട് കിട്ടുന്നത്. എന്ത് കൈ സ്ക്വയറിൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അങ്ങനെ ആണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലേക്കാണ് എത്തുന്നത്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. ഇവിടെ കൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.957 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. കൈ സ്ക്വയർ ആൽഫേൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് 3.841 ആണ്. 3.841 ആണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ എന്താണ് ചെറിയ വാല്യൂ ആണ് വന്നിട്ടുള്ളത്. എപ്പോഴാണ് നമ്മളൊരു ടെസ്റ്റ് അല്ലെങ്കിൽ H0 ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ, നമ്മളുടെ ടേബിളിൽ നിന്ന് എടുത്തിരിക്കുന്ന വാല്യൂവിനെ കാട്ടും വലുതാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇതേപോലെ ചെറുതാണെങ്കിൽ നമ്മൾ എന്താക്കും? ആക്സെപ്റ്റ് ആണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഡു നോട്ട് റിജക്റ്റ് H0 എന്നാണ് നമ്മൾ പറയേണ്ടത്. അതായത് നമ്മൾ H0നെ ആക്സെപ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. H0നെ നമ്മൾ ആക്സെപ്റ്റ് ആണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കൈ സ്ക്വയറെ നമുക്കറിയാം അത് ഫോളോ ചെയ്യുന്നത് പോസിറ്റീവ് സ്ക്യൂനെസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ 3.841നെ കാട്ടും വലിയ വാല്യൂ വരികയാണെങ്കിൽ ഇതാണ് നമ്മളെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ്? 0.957 ആണ്. ക്രിട്ടിക്കൽ റീജിയനിലാണോ? അല്ല. ഇനി ഒരു 5 ഒക്കെ കിട്ടുകയാണെങ്കിലോ അത് ക്രിട്ടിക്കൽ റീജിയനിലായേനെ. അപ്പോൾ എന്താണ് നമ്മൾ റിജക്റ്റ് ചെയ്തേനെ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ എവിടെയാണ് വരുന്നത്? ആക്സെപ്റ്റൻസ് റീജിയനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? ഡു നോട്ട് റിജക്റ്റ് H0 എന്നായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. സോ 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. എല്ലാവരും ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.